ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒരു വിളി കേൾക്കാം, ഏയ് സിംഗം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അല്ല ചേട്ടൻ പറഞ്ഞിട്ടില്ലേ നമുക്കില്ല ജഗ്ഗുനുള്ളോ വാ. ഞാനും ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്റെ രഹസ്യം ഞങ്ങൾ പറയില്ല. തമ്പി ഞാൻ മാത്രം എടുക്കും. താമരശ്ശേരിയിലെ കൊച്ചു പയ്യൻ. ആളുകൾ പറഞ്ഞ് തണലത്തി നടാനായിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? അസോള വാട്ടറാണ് സരിതയുടെ കയ്യിൽ കണ്ടോ രണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം പറയ്. അതെ, അപ്പൊ ആദ്യം മതി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതയുടെ കയ്യിലേ കുറെ നാളായിട്ട് ഇവിടെ 2 ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ചിരിക്കുന്നു. 4 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ചേട്ടന്. ഉരുളക്കിഴങ്ങ് സ്ലോവിൽ അടക്ക്. ചെങ്കട നീ ബാണം വെച്ച പോലെ പോണു. ഞാൻ ഇത് കൂടി കാണിക്കുന്നു പറഞ്ഞില്ലേ? അതെപ്പോ പറഞ്ഞു? പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ കയ്യിൽ സരിത സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങിൻ്റെ ഇതാണ്. ബാക്കി വന്നാണ് കേട്ടാ. കുറേ നാൾ മുമ്പ് ഇത് എന്തിട്ടുണ്ടായിരുന്നു, അത് 2 നശിച്ചു പോയി. അപ്പോൾ ഇവിടെ എപ്പോഴും പറയും ഉരുളക്കിഴങ്ങ് കൃഷി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം നമ്മളവിടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല. നമുക്ക് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉരുളക്കിഴങ്ങ് കൃഷി. അല്ല, നമുക്ക് കമന്റ്സ് വരാറുണ്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മുളച്ചത് ഗ്രോ ബാഗിൽ ആട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടിയെന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പലരും പറഞ്ഞു ഇത് ഇങ്ങനെ തണ്ട് ഇങ്ങനെ ഉണ്ടാവും, വലുതാവും, എന്നിട്ട് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ തണ്ട് കൊഴിഞ്ഞ് ഇങ്ങനെ തളർന്ന് വീഴും. ഇതാണ് പതിവ്. അല്ലാണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. വെറുതെ ഗ്രോ ബാഗ് ഉണ്ട് ഇവിടെ, എല്ലാതും ഉണ്ട്. അപ്പൊ 2 വെറുതെ നട്ടു നോക്കാലോ. നട്ടു നോക്കാം. നല്ല വലിപ്പമുള്ള നല്ല വലിയ ഉരുളക്കിഴങ്ങുകൾ 2 ഉണ്ടായിരുന്നു. അത് 2 പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ കറുത്ത കളറിൽ വെള്ളം ഒലിച്ച് പൊട്ട സ്മെല്ലായിട്ട് അതങ്ങനെ ചീഞ്ഞു പോയി. ഇനി ഇത് 2 കൂടി ഉള്ളു ബാക്കി. വാങ്ങിച്ചിട്ടേ അതുപോലെ കടലാസിൽ പോയി ഒരാഴ്ച വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പഴ ഇതുപോലെ മുള പൊട്ടുന്നു. അതെ, മനസ്സിലായ? അപ്പോൾ ഉരുളക്കിഴങ്ങ് 2 നടാൻ പോകണ്ട. പിന്നെ ഇത് ചീരച്ചേമ്പാണ്. ചീരച്ചേമ്പ് നമ്മൾ നാളെ അലർജി സംഗമത്തിന് SPM പോയി. ഇപ്പോൾ ഹേമമാലിനി ചേച്ചി ചീരേരെ ചീരച്ചേമ്പ് ഒരെണ്ണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളത് പൂമ്പെടുക്കാൻ വെച്ചിട്ട് അവിടെ ഒരു മൂലയിൽ വെച്ചിട്ട് പോന്നു, മറന്നു. എന്നിട്ട് ഹേമമാലിനി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞു അതവിടെ ഉണ്ട്, എടുത്തു വെച്ചോളാം, ഞങ്ങൾ പിന്നെ ഇനി വന്നിട്ട് എടുത്തോളാം എന്നിട്ട്. അപ്പോൾ അവരാണെങ്കിൽ അത് കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടു. അത് ഇടുന്നിട്ട് പോയിട്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ. അതും തൊട്ട് ചെയ്യണ്ട, ചട്ടിയിൽ അല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് പൊടിക്കാണ്ട് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഇളകും. അപ്പോൾ പകരം ഇത് എവിടെ നിന്ന് കിട്ടിയത് നമുക്ക്? ചേട്ടൻ വാങ്ങിയത്. ഞാൻ വാങ്ങിച്ചത് എനിക്ക് എൻ്റെ ഓർമ്മയൊക്കെ പോയി. ഇത് മണ്ണുത്തി വാങ്ങിച്ചത്. ഇത് നമ്മുടെ തങ്കാൻറ്റി തന്നിട്ടുള്ള ചീരയാണ്. ഒരു പ്രത്യേകതരം ചീര. ഇത് കണ്ട ഈ അറബി സൗദിയിൽ കണ്ടമാനം ഇത് വെക്കുന്നത് ആരാണ്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു. സരിത ചീര ഈ ഇല ഇതൊക്കെ വലിച്ചു പൊട്ടിക്കണേ ഞാൻ കാണിച്ചു കൊടുക്കാനാണ്. ഇതൊക്കെ അല്ലേട്ടന് ഈ സാധനം വേണ്ട. ഈ ചീര വേണ്ട. അവിടെ ഓർമ്മ വെച്ചു. ഞങ്ങൾ ഇന്ന് കൂർക്ക ചേട്ടന് ഇതൊക്കെ നടും, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നടും. കൂർക്ക പറിച്ചിട്ട് കൂർക്ക കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. എന്തുട്ടാ ജഗ്ഗുന് മാത്രമല്ല, ഞങ്ങൾക്കൊന്നുമില്ലേ. കണ്ട അല്ല ചേട്ടൻ്റെ ശബ്ദമില്ലേ ഇപ്പോൾ? വലിയ എന്തുട്ടാണോ ജഗ്ഗുനെ വിളിക്കണ്ടല്ലേ ചേട്ടൻ? ജ്യൂസ് കുടിക്കാനാ? എന്തിട്ട് ജഗ്ഗുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കൊടുക്കണേന്ന് അറിയണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒരു വിളി കേൾക്കാം, ഏയ് സിംഗം എന്ന് പറഞ്ഞിട്ട്. ജഗ്ഗുന് എന്തുട്ടാ? ജഗ്ഗുന് മാത്രം എന്തുട്ട് ഈ സ്പെഷ്യൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൊടുക്കണേ? തളർത്തി അല്ല ചേട്ടൻ. മിക്സിയുടെ സൗണ്ട് അങ്ങോട്ട് കേട്ടോടുന്നു. നട്ട്സിൻ്റെ ചേച്ചിക്ക് ഉണ്ടാക്കി തന്നോടുന്ന ജ്യൂസാ. കാലത്ത് നട്ട്സിൻ്റെയും വൈകുന്നേരം ജ്യൂസും അച്ഛേ ഫ്രൂട്ട്സിൻ്റെയും. വാ നമുക്ക് കൂർക്ക പറിക്കാം. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അല്ല ചേട്ടൻ പറഞ്ഞിട്ടില്ലേ നമുക്കില്ല ജഗ്ഗുനുള്ളോ വാ. നമുക്ക് വൈകുന്നേരത്തേക്കുള്ളത് നമുക്ക് ചെയ്യാം വാ. ചേട്ടൻ ഇവിടെ ഇങ്ങനെ ചിരിച്ച് നിൽക്കണ്ടേ. ചെറിയേട്ടൻ എന്തുട്ടാ പരിപാടി? തത്തമ്മ വന്നിട്ടില്ലേ? ചെറിയേട്ട അവിടെ എന്തുട്ടാ ചെയ്യണം നോട്ടെ. വരാം. ചെറിയേട്ടന് അല്ല അല്ല ചേട്ടൻ അത് പറഞ്ഞ ഫീലായി തോന്നുന്നുണ്ട്. അല്ല ചേട്ടൻ വിളിക്കുന്നുണ്ട്. ദേ വരുന്നു
പറമ്പിലാണ് പയർ നടാറ്. അണ്ണാറകൊണ്ടനും തത്തമ്മയും തിന്നിട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ ഇത് ഇവിടെ നട്ടേക്കായി. ഇവിടേക്ക് അവര് വന്ന് തിന്നില്ല എന്ന് വിചാരിക്കണു അല്ലേ? ആ ശരിയാ, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, ദേ വരുന്നു. ഇത് എങ്ങനെയാ ഇതിന്റെ വല്ല തൈയുണ്ടാ ചെറിയേട്ടാ? ശംഖുപുഷ്പത്തിന്റെ വാ, ഇത് കുഴിച്ചിടായിരുന്നു. വരട്ടെ, അല്ല ചേട്ടാ വിളിക്കണ പോട്ടെ. ഇത് ഇന്നാളെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസാണ് തന്നിട്ടുണ്ടായിരുന്നത് നിനക്കൊരു ദിവസം. ഇപ്പൊ കൈയോടെ അടിച്ച നേരത്ത് ചേച്ചിക്ക് കൊടുക്കണ ജ്യൂസാണിത്. ഇത് നമുക്ക് ചെയ്യണം ഒരു ദിവസം. ടാല്ല ചേട്ടാ, ഞങ്ങൾ 50-50 അടിക്കാം. അയ്യോ അല്ല ചേട്ടാ പാവം. അല്ല പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഞങ്ങള് വരുന്നത്. ഇവിടെ ഒരാൾക്കേക്ക് കൊടുക്കാനുള്ളത് എപ്പോഴും ഉണ്ടാവും. ചേട്ടനെ കാണിക്കാം. ചേട്ടനെ ഒരുങ്ങാനുണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ണാട് വരണം. ഞാനും ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. നല്ല രസമുണ്ടല്ലോ, അടിപൊളി ജ്യൂസ് അല്ലേ? ഇതാണ് ജഗ്ഗുവിന് ഇപ്പൊ കൊടുക്കണത്. ഇതല്ല, ഇപ്പൊ ഈ നേരത്തെ അടിച്ചു അപ്പൊ കൊടുത്തു. അല്ലെങ്കിൽ ഞാനിത് അടിച്ചു കഴിഞ്ഞാ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ തണുപ്പ് പറ്റില്ലല്ലോ. അത് കാലത്തല്ലേ. ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്റെ രഹസ്യം ഞങ്ങൾ പറയില്ല. കാണിച്ചു തരാം. കാണിച്ചു തരില്ല ഞങ്ങള്. ഞങ്ങൾക്ക് അറിയില്ല. അല്ല ചേട്ടൻ ജ്യൂസ് അടിക്കുമ്പോ ഇനി നമുക്ക് വീഡിയോ എടുക്കാം. ഞങ്ങൾ ചോദിക്കുന്നില്ല. അടുത്ത മാസല്ലേ ചേച്ചി പല്ല് കെട്ടണത്? സാധാരണ പല്ല് കെട്ടി കഴിഞ്ഞിട്ട് ഇത് വേണ്ടോ? പക്ഷെ ഇപ്പോഴേ തന്നെ ചേച്ചി കുടിച്ച്. അതല്ല ഞാൻ ചേച്ചി പല്ല് കെട്ടി കഴിഞ്ഞിട്ടാണല്ലോ ചേച്ചി ചിരി നിനക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് അതാ പറയാനെന്ന് വിചാരിച്ചു. അല്ല, പല്ല് കെട്ടി കഴിയുമ്പോഴാണല്ലോ ഇത് കുടിക്കാന്ന് പറഞ്ഞാല് ചേട്ടൻ. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്കുള്ള സാധനമാണല്ലോ ഇത്. ശരി, കൊതി മാറിയില്ല. ഞങ്ങൾക്ക് ഊർക്ക പറിക്കാൻ വന്നതാ. അയ്യ വേണം, മതി 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 മതിയല്ലേ ചേട്ടാ, മതി മതി. ഞങ്ങൾക്ക് ഊർക്ക പറിക്കാൻ വന്നതാ. മതി, നല്ല രസമുണ്ട്. എന്തുട്ടിന്റെ ടേസ്റ്റാ മുന്നിക്ക് നിക്കണേ? ഒന്നും മനസ്സിലാവണില്ല അല്ലേ എന്തിന്റെ ടേസ്റ്റാന്ന്? പക്ഷെ അടിപൊളി. 8 ഫ്രൂട്ട്സ് ഉണ്ട് ഇതില്. ബീട്രൂട്ട് ഉണ്ട്. കളർ കാണുമ്പോ ബീട്രൂട്ട് മനസ്സിലാവുന്നുണ്ട്. അയ്യോ മതി മതി മതി, എനിക്ക് വേണ്ട, എനിക്ക് മതി, എനിക്ക് മതി. അല്ല ചേട്ടൻ കുടിച്ചോ, അല്ല ചേട്ടൻ കുടിക്കും. അയ്യോ എനിക്ക് മതി മതി. എന്തിനാ രണ്ടുപേരും ആ കാര്യം സോൾവ് ആക്കാം? അത് എനിക്ക് കൊണ്ടുവന്നതല്ലേ ചേട്ടൻ. കുടിച്ചോ കുടിച്ചോ നീ കുടിച്ചോ 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 ഞാൻ കുടിച്ചു കുടിച്ചോ കുടിച്ചു. ചേട്ടൻ ചേട്ടൻ കുടിച്ചോ? ദൈവമേ തമ്പി. എനിക്കവിടെ കുറെ ഇതിൽ നടാണ്ടേ, അതുകൊണ്ടാണ് സരിത എനിക്ക് തരുന്നത്. പണിയെടുക്കാൻ പോലെ ഞാൻ. അതൊന്നല്ല, കൊതി പറ്റണ്ട ചേട്ടാ. ഞാൻ നിന്നെ പൊക്കി പറഞ്ഞതാ, അപ്പൊ എന്നെ കുറ്റം പറയാ. വേണ്ട കുടിച്ചോ, കുടിക്ക് ചേട്ടാ. ഇതെന്നാ എടുക്കണ്ട നമുക്ക്? എന്തിട്ടൂടെ ഒരു കൂടാരം ഉണ്ടാക്കിയേക്കണല്ലേ ചേട്ടൻ? ഇതേ അല്ലേട്ടൻ ചെയ്തിട്ടുള്ള ഉള്ളി കൃഷിയാണ്. കണ്ട ഉള്ളി ഇങ്ങനെ നല്ലതിൽ ഉയരത്തിൽ മണ്ണിട്ടിട്ട് ചാണപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ആകെ ഒരു വാരം കോരി എന്നിട്ട് അതിൽ നനച്ചു. അവിടെ എന്തിട്ടായിരുന്നു അറിയാം? ഇവിടേക്കും കൂർക്കയായിരുന്നു. അതായത് കൂർക്ക പറച്ച തടല്ലേ, ആ തടം തന്നെ വീണ്ടും ചെത്തി കൂട്ടിയിട്ട് ഈ കൂർക്കയുടെ തല കുഴിച്ചിട്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി കിട്ടി. പക്ഷെ ഇക്കൊല്ലം അത് നന്നാവില്ല, വെയിലുകൊണ്ട് കരിഞ്ഞു പോവാ. ഇപ്പൊ വന്നിട്ട് ഇതിന്റെ മുകളിൽ തണൽ കിട്ടാനായിട്ട് ചൂട് കിട്ടാണ്ടിരിക്കാനായിട്ട് ഒരു ആ ഷീറ്റ് ഉണ്ട്. അല്ല ചേട്ടൻ മിനിറ്റ് നേരം വെച്ച് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. അല്ല ചേട്ടനെ മുണ്ട് കൊടുക്കണാന്ന് ഗാംഭീരം. പണിയെടുക്കുമ്പോ സൗകര്യം ഇതാന്ന് പണിയെടുക്കണവർക്കെല്ലാം അറിയുള്ളൂ അല്ലേ? മുണ്ടാകുമ്പോഴേ ചെളി ഇത് എതിരെ തുടക്കാൻ നിൽക്കണം. അത് ഊരി പോകുമ്പോ അത് കുഴപ്പം. പിന്നെ എങ്ങടൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എങ്ങടൊക്കെ മുണ്ട് നീങ്ങണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം.
അല്ല വീഡിയോ എടുക്കണതിൻ്റെ അല്ല അല്ല ചേട്ടന്. അല്ല അല്ല ചേട്ടന് ഇപ്പം എപ്പോഴും പണിയെടുക്കണം, നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കാറൊന്നുമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് അതിൽ വലിയ പണികളായിരിക്കും. പിക്കാസ് ആണെങ്കിൽ പിക്കാസാലത് ഏറ്റവും നല്ല പിക്കാസ് ഞാൻ എടുത്തോണ്ടിരാം പിക്കാസ് ഞാൻ എടുത്തോണ്ടിരാം. ചില കടയ്ക്ക് നന്നായിട്ടുണ്ട് അല്ലേ. ഈ കൂർക്കല്ല എവിടെ നിന്ന് വാങ്ങിച്ചത് ശരിക്കും? മരപൂര പൂമല 2 കടയല്ല ഇപ്പം 3, ഇതിപ്പോ 4ാമത്തെ കട. അതെ മതിയല്ലേ ചേട്ടാ? ഒരാണ് പറഞ്ഞോ. നീ കല്ലാണോ കൂർക്കമണിയാണോന്ന് മനസ്സിലാവില്ലേ? ആള് പറയാമോ ഇത് എന്തോരം വളട്ടാന്ന് പറയാമോ? ഇംഗ്ലീഷ് വളട്ടതാന്ന് തോന്നും ചിലപ്പോ. ചില മണികൾ കാണുമ്പോ ഭയങ്കര വലിപ്പം. അല്ല നമുക്ക് ആൾക്കാർ തോന്നിയോണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വിശ്വാസം. വലിയ മീനെ കിട്ടിയത് ഞാൻ മാത്രം എടുക്കും. ഇതെന്റെയാണ്. പണ്ട് കളിക്കുമ്പോ എങ്ങനെയാ ഓടണ്ട ഇങ്ങനെ മുട്ടൂത്തിട്ട് വന്നിട്ട് അതങ്ങോട്ട് ആക്കില്ലേ സാർ. ഞാൻ വെറുതെ കാണിച്ചാണ് കേട്ടോ. മണികള് ഇതൊന്നും വളം ചെയ്തിട്ട് എങ്ങനെ ആക്കിയിട്ടില്ല. തിന്നാൻ പറ്റുമോ? തിന്നാനല്ലാണ്ട് പിന്നെ എന്തുട്ടാ? ഇതൊന്നും ഇതേ വണ്ടൻ മതിയല്ലേ ചേട്ടാ? ഇഷ്ടം പോലെ ഞാൻ കൊണ്ടുപോയി ചവിട്ടിട്ട് ഇവിടെ പൈപ്പിന്റെ അടയ്ക്ക് കൊണ്ടുപോവാ. അല്ല രണ്ടാമത്തെ പൈപ്പിന്റെ അടയ്ക്ക് കൊണ്ടുപോവാൻ ചേട്ടാ. ഇതെടുക്കട്ടെ സഞ്ചിയാ. ഈ ചവിട്ടുമ്പോ ഇത് തന്നെ നന്നായി മണ്ണ് കളഞ്ഞോളൂട്ടാ. അതും കൊണ്ട് പോവാ. ആ കൂർക്ക ഇവിടെ വെച്ചിട്ട് സഞ്ചി എടുക്കാൻ പോയാൽ മതി. കൂർക്കയും കൊണ്ടുപോയി 4 പ്രാവശ്യം പക്കല്ലി കഴുകി അല്ലെങ്കിൽ ആള് കയറിക്കുമ്പളേ അതപ്പടി ഇതാവും. അതിന്റെ ഉള്ളിക്ക് ചെളി കയറും. അതിന് കൂർക്കയും കൊണ്ട് നടക്കണേ. ഞാനിതപ്പളേ ചവിട്ടിട്ട് കൊണ്ടുവരാം, വൃത്തിയാക്കിട്ട് കൊണ്ടുവരാം. ചേട്ടൻ തന്നെ ചവിട്ടാറ്, അടിപൊളിയായിട്ട് ചവിട്ടും. ഇവര് കൂർക്കാന്നാക്കാറൊന്നുമില്ല, നന്നാക്കും. ഒന്നും സംഭവിക്കാറില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ തൊലി മാത്രം കളഞ്ഞ് ചവിട്ടാൻ ചേട്ടാ എക്സ്പെർട്ടാ. ഞാൻ ഒന്ന് മണ്ണ് നിളക്കി കഴിഞ്ഞിട്ടേ. എങ്ങടാ പോണ ചേച്ചി? നനയ്ക്കാ 1 മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ചവിട്ട് തുടങ്ങി. സൂക്ഷിച്ച് ചവിട്ടണം, സ്ലിപ്പ് ചെയ്ത് ചവിട്ടണം. ചാടി ചവിട്ടി കഴിഞ്ഞാൽ ചതയുള്ള. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നേരമില്ല. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നേരമില്ല. സോറി ഗൈസ്. നാളെ ഉണ്ടാക്കാം കട്ട്ലേറ്റ്. ഇന്ന് നമുക്ക് നന്നാക്കി വയ്ക്കാം. കുറച്ചെടുത്തിട്ട് വൈകുന്നേരത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ? സാമ്പാർ കൂട്ടാനുണ്ട്, എന്നാലും വൈകുന്നേരത്തേക്ക് ഒരു മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ ഉപ്പേരി കൂട്ടാന്ന് പറയും. കുത്തി കാച്ചു കുറച്ച് നാളെ കാലത്തേക്ക് ആക്കാം. ബാക്കിയുള്ളത് കുറച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നേരല്ലേ ചേച്ചിയെ? ഇപ്പിരിട്ടാവും. ഇങ്ങോട്ട് ചെക്കോ കണ്ടാ, സകല സമാന സാധനങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ബ്രെഡ് ക്രംസ്, മുട്ട, എല്ലാ സാധനങ്ങളും. എൻ്റെ ദൈവം, ഇപ്പൊ തന്നെ അവിടെ കള്ളിമുണ്ട് എടുത്തിരുന്നോടെ നാളാണ് ഈ വരണേ ഫ്രീക്കനായിട്ട്. ഒരു 30 വയസ്സ് കുറഞ്ഞു നേരത്തെ കണ്ടതിനേക്കാളും. ഇരുട്ടായി. നാളെ ഉണ്ടാക്കും കട്ട്ലേറ്റ്. കൂർക്കൊണ്ട് കട്ട്ലേറ്റേ ചേട്ടാ. വേറെ കൂർക്ക തന്നെ ഭയങ്കര രസാ.
ചെറിയേട്ടൻ എങ്ങടാ തൃശ്ശൂർക്ക് പോവാ? അല്ലേ താമരശ്ശേരിയിലെ കൊച്ചു പയ്യൻ. നല്ല ആൾക്കാരോട് പറയാ, നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാ. താമരശ്ശേരിയിലെ കൊച്ചു പയ്യൻ എന്ന് പറഞ്ഞതാ. ആളുടെ മോൻ്റെ കല്യാണം പറഞ്ഞ വിശ്വസിക്കുമോ അല്ലേ? മോന് എത്രയാ 30 വയസ്സ് കഴിഞ്ഞു. അവന് 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ പേരക്കുട്ടി കേട്ടിരുന്നേനെ ചെറുട്ട. ആ അച്ചാച്ചനായേനെ. ആ പെൺകുട്ടികളാണെങ്കിൽ പേരക്കുട്ടീരും കല്യാണം കഴിക്കാറായിണ്ടാവും. നമ്മുടെ വീടിൻ്റെ അവിടെ മറ്റേ കമ്പോസ്റ്റ് കുഴിയിൽ ചപ്പ് ചവറ് കൊണ്ടുവന്നിടുക, അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ ഈ വളമാണ്, ജൈവ വളം. ഭയങ്കര വളമാണ് കേട്ടത്. കണ്ട തനി കറുത്തിട്ടുള്ള ഒരു വളമാണ് കേട്ടത്. ഇതാണ് നമ്മളിതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതും ചകിരിച്ചോറ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പല കുറേ വീഡിയോകൾ നോക്കി നോക്കിയിട്ടാണ്. അത് വേണ്ട ഈ സാധനം വേണ്ട കറുത്ത കരിമുട്ടി പോലത്തെ വളം തരുന്നത് നോക്കിയേ. പിന്നെ നമ്മുടെ ഈ ചകിരിച്ചോറ് ചേർക്കാം. ഈ മണ്ണിന് ബലം പാടില്ല എന്നാണ് പറയുന്നത്. ബലം എന്ന് പറഞ്ഞാൽ വേരോട്ടം, മണ്ണ് നല്ല ഇളക്കളമായിരിക്കണം. ഉറച്ച മണ്ണ് പാടില്ല. അതെ. അപ്പോൾ നമ്മൾ നേരിയ മണ്ണ് പാടില്ലോ. നമ്മൾ പല ആളുകളും വീഡിയോ കണ്ടു, പക്ഷെ ആരെവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് കണ്ടിട്ടൊന്നുമില്ല ശരിക്കും. ഇനി കുറച്ച് മണ്ണ് ചേർക്കാം. കാലാവസ്ഥയാവും ചിലപ്പോ നല്ല തണുപ്പ് വേണം തോന്നിന്. നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിൽ ഇത് ഉണ്ടാവണതല്ലാന്ന് തോന്നുന്നു ഉരുളക്കിഴങ്ങ്. ഇനി ഉണ്ടായിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും നോക്ക് ചേട്ടാ കിട്ടേണ്ടത്. തൈ ക്യാരറ്റിനും ബീട്രൂട്ടിന് തയ്യല്ലാന്ന് വിത്താന്ന് കൊണ്ടത്. നമുക്ക് കുറച്ച് ചവറ് കൂടി ആക്കിട്ടേ വെറുതെ നട്ടു വെക്കാം. സരിതാര സമാധാനത്തിൽ കൊറേ കാലത്തെ കാത്തിരിപ്പണന്റെ എന്നോ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണെന്ന് അറിയത്. ഇത് ചകിരി എടുത്തോടത്തെ. ചകിരിയാ? ചകിരില്ല, ചവറ്. ചവറാ? ഇനി എന്തിനാ ചവറ്? ചവറ് വേണം. ചവറും കൂടി ചേർക്കണം പറഞ്ഞിട്ട്. ആണോ? ചവറും ചവറ് വേണ്ട ചേട്ടാ. ചകിരിച്ചോറുണ്ട്, ഇപ്പോ കമ്പോസ്റ്റ് ഉണ്ട്, ഇനി മണ്ണും മതി. മണ്ണ് ചേർത്തു. ആ ചവറ് പൊടിഞ്ഞിട്ടാണ് ആ കമ്പോസ്റ്റ് വളമായിട്ടുള്ളത്. എന്നാ വേണ്ട, ചവറ് വേണ്ട, ഇതിലേക്ക് ചേർക്കണം. ഇരുട്ടിയിട്ട് സമയം ശരിക്കും പറയാം. നമ്മള് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറെ സമയം ചെയ്യാനല്ലേ തരുതേ. ഓരോന്നിട്ട് ഓരോ ഉരുളക്കിഴങ്ങ് നടാല്ല, എന്നിട്ട് മണ്ണ് കൂട്ടി. കേടുണ്ട് ചേട്ടാ കൂർക്കയില്. അത് കുഴപ്പമില്ല. രണ്ട് സിമ്പിൾ സാധനം കേട്ടോ. ഇതിനൊരു കൃഷി എടുക്കണം. ഉള്ളില് കേടുണ്ട് ചിലതിന്റെ കേട്ടാ. അല്ല ചിലതിന്റെയാന്ന് പറയാ കേടുള്ളൂ. ഇതിനൊരു കൃഷിയായിട്ട് കണക്കാക്കണ്ട. ഇതൊരു തമാശ നമുക്ക് പറയാലോ. അല്ല നമുക്ക് കാണിച്ചു തരാം. ഉണ്ടായോ ഉണ്ടായില്ല എന്നുള്ളത് സത്യസന്ധമായി കാണിച്ചു തരുന്നതായിരിക്കും. അല്ലാണ്ട് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചോണെന്ന് കുഴിച്ചിട്ടിട്ട് നമുക്ക് പറക്കണതായിട്ട് കാണിക്കാല്ലേ. അതൊരിക്കലില്ല. അത് മനസ്സിലാവാൻ പറ്റിയ ആളുകൾക്ക്. നമ്മളങ്ങനത്തെ തട്ടിപ്പ് ചെയ്യില്ല. അപ്പോൾ അവിടെ കൊണ്ടു വയ്ക്കാം. ഇതിൽ കൊണ്ടു വയ്ക്കാം. തക്കാളിയുടെ അവിടെ ഇരിക്കട്ടെ. നട്ടിട്ടില്ല ചേട്ടാ, ഞാൻ 2 എണ്ണം കൊണ്ടു വെച്ചിട്ട്. വെറുതെ ഒരു തമാശ പരിപാടി. ആർക്കും ഛേദമില്ലാത്ത കാര്യമല്ലേ ഇത് തരുതാ. അയ്യോ കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ കാണിക്കാൻ. അല്ല ഇവിടെ ചേട്ടൻ്റെ പണി കഴിയില്ല. കാരണം എന്താ, എല്ലാവരും ഒരു നടൽ നടുമ്പോൾ ചേട്ടന് 3-4 വട്ടം. ഇരട്ടിപ്പണി എന്നും പറയാൻ പറ്റില്ല. ഇരട്ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം അല്ല, ഒരു പ്രാവശ്യം കൂടി വീണ്ടും ചെയ്യണേനല്ലേ ഇരട്ടിപ്പണി എന്ന് പറയുന്നത്. എന്താ ഇവിടെ വന്ന് ഇത് അവിടെ വരിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഇഞ്ചികളൊക്കെ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ദേ അവിടേക്ക്. അതിന് ആളുകൾ പറഞ്ഞു തണലത്ത് നടാനായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞതില്ലേ, തണലത്ത് വെച്ചാൽ മതി, ഇഞ്ചി വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തണലത്ത് എടുത്ത് വെച്ചു. ചേട്ടൻ അറിഞ്ഞൂടെ ഇഞ്ചി അല്ലെങ്കിൽ തണലത്ത് ഇത് നടുമുറിക്കണെന്നാ പറഞ്ഞ. ചിലവർ പറഞ്ഞ നടുമുറിക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നടുമുറിക്കേണ്ട വെച്ചാൽ മതി. ഒരു പെൺകുട്ടി അത് വേണ്ട, ഒരു പെൺകുട്ടി ഉരുളക്കിഴങ്ങ് നടുമുറിച്ചിട്ട് വെച്ചു. അപ്പോൾ ശരിക്കും ഉണ്ടായില്ല എന്ന്. അപ്പോൾ നടുമുറിക്കാണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ കുഴപ്പമില്ലാണ്ട് ഉണ്ടായത്. 8 ഉരുളക്കിഴങ്ങ് വരെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാണ്ട് വെക്കാം. നടാൻ പോണു. നടുന്നത് കണ്ടറിയുകയാണെങ്കിൽ സരിത കാണട്ടെ, കണ്ട് സംതൃപ്തി അടയട്ടെ. ഫസ്റ്റത്തെ നടാൻ പോകണം. ഇത്രയ്ക്ക് ഇതിൻ്റെ മുനപ്പ് മുകളിൽ വരണം എന്ന് പറഞ്ഞാൽ അത് മൂടരുത്. പിന്നെ ഇത് നട്ടു. ഇനി നനച്ച് കൊടുക്കുക വെറുതെ. നനവ് കൂടരുത്. നനവ് അല്ല, 3 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി. ഇനി വളർത്തോണ്ടിട്ട് ആഫ്രിക്കൻ മല്ലിയൊക്കെ പറിച്ച് അവിടെ കൊണ്ടിട്ടേക്ക. അപ്പം അത്
ഇതിലെവിടെയെങ്കിലും ഇട്ടെങ്കിൽ അത് മുളക്കില്ലേ അതിന്റെ തൈകള് അതിന്റെ വിത്ത് വീണിട്ട്? ആഫ്രിക്കൻ മല്ലി ഞാൻ അടിപൊളിയായിട്ട് അവിടെ നട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ആഫ്രിക്കൻ മല്ലി അല്ല ചേട്ടാ, മറ്റേത് അതൊക്കെ പറിച്ചു കളഞ്ഞു. നനച്ചു കൊടുക്കുന്നു കേട്ടാ. അസോള വാട്ടറാണ് നനച്ചു കൊടുക്കുന്നത്. അസോള വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത് നല്ല വളമാണിത് കേട്ടാ. അസോള എന്ന് മുക്കിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ. ഇനി ഇവർ മണ്ണിൽ പെട്ടു കേട്ടോ സരിത. ഇനി വളരേണ്ടതൊക്കെ എൻ്റെ കാര്യമില്ല, ഇവരെ ചുമതലയാണ്. ശരി, നോക്കിയാ ഞാൻ അത് നാട്ടോട് നോക്കിയാ ഇടുവാ കാണിച്ചു തരാം. നീ ഇങ്ങോട്ട് വന്നേ, നീ കണ്ടിട്ടില്ല സരിത? ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് ആക്കെടുക്കണതിന്റെ കാര്യം പറഞ്ഞു. അത് ഒക്കെ വിത്തായി പോണതാ. നോക്കി ഇവിടെ ഇരുട്ടാട്ടാ. ഈ തെങ്ങിൻ്റെ താട നോക്കിയേ, വളരെ മനോഹരമാക്കിയിട്ട് ഞാനാക്കി. ഇന്ന് കാലത്ത് പണം തന്നെ കേട്ടോ തെങ്ങിൻ്റെ താട നോക്കി. അതിൻ്റെ ചുറ്റും ഈ ആഫ്രിക്കൻ മല്ലി നട്ടു, നല്ലതില് ചാല് കയറിയിട്ട്. അപ്പൊ ഈ ആഫ്രിക്കൻ മല്ലിയൊക്കെ അവിടെ അല്ലേ നട്ടിട്ടുണ്ടായിരുന്നേ? അവിടെ പന്തലിടാൻ പോവല്ലേ നമ്മള്. അതൊക്കെ അവിടെ നിന്ന് പറിച്ചു കുഴിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു തടം ഉണ്ടാക്കിയത് ആഫ്രിക്കൻ മല്ലീനെയാണ്. ഇപ്പൊ ഇവിടേക്ക് കൊണ്ട് കുഴിച്ചിട്ടാണ്. ഇത് പക്ഷെ തണലത്ത് ഉണ്ടാവുമോ? ആഫ്രിക്കൻ മല്ലിക്ക് തണലായാലും കുഴപ്പമില്ല. പിന്നെ അത് മാത്രല്ല, വേറെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചേട്ടൻ. ആ തെങ്ങിന്റെ കടക്കലത്തെ കുമ്പളങ്ങിയൊക്കെ വലിച്ചു കളഞ്ഞിട്ട് അവിടെ ചുറ്റും കാബേജ് നട്ടു. അത് കുഴപ്പമില്ല ചേട്ടാ, കഴിഞ്ഞതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, പറിച്ചു കളഞ്ഞു. കണ്ട ഇതിന്ന് അയ്യോ നിറയെ മുള്ള ഇവിടെ കണ്ട. ഇത് ചിലപ്പോ ഇവിടെ മുളയ്ക്കും, നിറച്ച് തൈകൾ മുളയ്ക്കും, എടുത്ത് കുഴിച്ചിടാം. ഇതിന്റെ കടക്കിന്റെ കുമ്പളങ്ങിയ നിറച്ച് നിന്നോടന്ത് വലിച്ചു കളഞ്ഞു. മണ്ണിട്ട കാരണേ കുമ്പളങ്ങ ഉണ്ടാവല് കഴിഞ്ഞു. ഒന്നാമത്തേല് ഉണ്ടാവുമായിരിക്കും കേട്ടോ ചിലപ്പോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ വല്ലേ പാമ്പൊക്കെ വന്നിടുന്ന അറിയില്ല. നമ്മളിവിടെ എപ്പോഴും പെരുമാറണതല്ലേ, അപ്പൊ മണ്ണൊക്കെ ഇട്ട് ഭംഗിയാക്കി. എന്തായാലും കാബേജ് വായിൽ മണ്ണ് പോയി. എന്തായാലും കാബേജ് നനയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ ഉള്ളി നടാം. ഓരോ ഉള്ളി വീതം ഉള്ളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഓരോ വെളുത്തുള്ളി നടാം ചേട്ടാ. നമുക്ക് വെളുത്തുള്ളി നടാം, എല്ലാം നടാറി. ഇവിടെ നമ്മൾ നോക്കി ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂങ്കാവനാവും. അത്രയും ഭംഗിയിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഓരോ ഉള്ളി നടുന്നുണ്ട്. ശരി, ഞാൻ നോക്കി കണ്ട കണ്ട ഇതിൻ്റെ ഇടയിൽ ഒരു ഉള്ളി. സബോളയുടെ സബോളല്ലേ കേബേജിൻ്റെ ഇടയിൽ സബോള നട്ടുണ്ടാവൂ. അതിൻ്റെ ഇതാ അതിൻ്റെ ഒരാദ്യം നിലക്കട്ടെ. അതിൻ്റെ വിത്താണ്ടി നമ്മളവിടെ ഇല്ല. വിത്തണ്ടിയ വിത്ത നടന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗം നാളെ ഉണ്ടാവുന്നതായിരിക്കും. ഇരുട്ടായി. കൂർക്ക കൊണ്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറിയേട്ടനും അനിലും ചേട്ടനൊക്കെ കൊടുക്കാം, ചേച്ചിമാർക്കൊക്കെ കൊടുക്കാം കേട്ടാ. അപ്പം ഇരുട്ടായി. ഇനി ഞങ്ങൾ പോവാ അവിടേക്ക്. ചേട്ടൻ എന്തിട്ട് നടാൻ പോണേ? ചീരച്ചേമ്പ് കൂടി നടൂല്ലേ? ചീരച്ചേമ്പ് പനിക്കൂർക്കി നടണം. പനിക്കൂർക്ക അവിടെ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ വലിച്ചു കൂട്ടാ. അതൊക്കെ ചേട്ടൻ വലിച്ചു. പനിക്കൂർക്കാനൊക്കെ വലിച്ച് ഇവിടെ എവിടെയോ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തെങ്ങിൻ്റെ അടയ്ക്കല നടാൻ പോണേ? ശരി, ചേട്ടൻ്റെ പണി കഴിയും തോന്നുന്നില്ലേ ഇങ്ങനെ പോവാണെങ്കിൽ. ബാക്കിയുള്ള ഒരു 2 ദിവസം കൊണ്ട് ചെയ്യണത് ചേട്ടന് 10 ദിവസം വേണ്ടി വരും. അല്ല ചേട്ടൻ കൂർക്കും ചാളിയും വെച്ചാണ് ഇത് കൊണ്ടു വന്നേക്കണം. ചാളേരെ മുള്ളു കളഞ്ഞിട്ട് അതല്ല കാലത്ത് മുള്ളുകള് തുടങ്ങിയ പരിപാടിയാ. ഒരു ടൈം ജഗുന്